പത്തനംതിട്ട അടൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അടൂർ കോട്ടമുകൾ ഷിനാസ് മൻസിലിൽ ഷെഹനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് വാർഡ് കൗൺസിലറെ ഇത്തരത്തിൽ ഒരു മരണ വിവരം അല്ലെങ്കിൽ ഒരു ബഹളം ഒരു വീട്ടിൽ കേൾക്കുന്നതായുള്ള നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നത്. വാർഡ് കൗൺസിലർ നെസ്മൽ എത്തിയപ്പോഴേക്കും ഈ വീട്ടിൽ തുറന്നു നോക്കുമ്പോൾ ഒരു യുവാവ് ആ വീട്ടിലുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ഷെഹന എന്ന 31-കാരിയെ സ്റ്റെയർ കേസിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് നെസ്മൽ പോലീസിൽ വിവരം അറിയിച്ചു. അടൂർ പോലീസ് എത്തി ഈ യുവാവിനെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇയാൾ ഈ ഷെഹനയുടെ ആൺ സുഹൃത്തെന്നാണ് പോലീസ് പറയുന്നത്. ഷെഹന ഈ അടുത്ത കാലമായി തന്നെ ഈ ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വിവാഹമോചന കേസടക്കം കോടതിയിൽ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ ഷെഹനയുടെ ശരീരത്തിൽ രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ഇനി എന്താണ് മരണകാരണം സംബന്ധിച്ച് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതുവരെ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് അടൂർ പോലീസിന്റെ തീരുമാനം. വീണ്ടും ഒരു അവിഹിത കൊലപാതകം. എന്തായാലും ആൺ സുഹൃത്ത് പിടിയിലെന്നാണ് പറയുന്നത്. ഈ സുഹൃത്ത് എന്നൊരു വാക്ക്, ആ പദത്തിനൊരു വല്ലാത്ത ഭംഗിയുള്ള പദമായിരുന്നു. ഇപ്പോൾ സുഹൃത്തെന്ന് കേൾക്കുമ്പോൾ അത് തന്നെ ഒരു നാണം കെട്ട വാക്ക് പോലെ തോന്നുന്നു. കാരണം ഇന്ന് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സൗഹൃദത്തിലുള്ളവരും അതിൻ്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ അവിഹിത സുഹൃത്തുക്കളുടെ പെരുപ്പം വല്ലാതെ അങ്ങ് കൂടിയിട്ടുണ്ട്. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത യുവതികൾ ഇതാ വീണ്ടും 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 കൊല ചെയ്യപ്പെടും. സ്വന്തം മാനവും ജീവനും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പല പേരുകളിൽ ഇവർ ആ നാട്ടിൽ പ്രസിദ്ധി ആർജിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട്. എന്തായാലും സ്വന്തം ഭർത്താവിൻ്റെ കൂടത്തിൽ ജീവിക്കാനുള്ള സ്ത്രീകൾ മറ്റൊരു തീരം ഉണ്ടെങ്കിൽ മാത്രമേ ആ നല്ല ബന്ധം ഉപേക്ഷിച്ചിട്ട് ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ ഒരു ദിവ്യ പ്രണയം എന്ന് വിളിക്കുന്ന ഈ അവിഹിത ബന്ധം അവരുടെ ജീവനും ജീവിതവും മാനവും നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും വീണ്ടും 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 അതിൻ്റെ സ്വാദ് വലുതാണെന്ന് പറഞ്ഞിട്ട് ചെന്ന് മരണത്തിലേക്ക് എടുത്ത് ചാടപ്പെടുന്ന വെട്ടികളായ സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് നിത്യ സംഭവമായി മാറി. എത്ര കണ്ടാലും കേട്ടാലും മനസ്സിലാകാത്ത സ്ത്രീ ജന്മങ്ങൾ ഇപ്പോഴും ദിവ്യ പ്രണയമാണെന്ന് പറഞ്ഞ് അവിഹിതത്തെ പരിപാലിച്ച് ആരും അറിയത്തില്ല എന്ന് പറഞ്ഞ് കൊണ്ട് പൊത്തിപ്പൊതിഞ്ഞ് നടക്കുന്ന വ്യക്തികളും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഒന്ന് പറയട്ടെ, നിങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടും. കാരണം നിങ്ങൾക്ക് മറ്റൊരു പുരുഷൻ തരുന്ന പ്രാധാന്യം താൽക്കാലികമാണ്. നിങ്ങളോട് കാണിക്കുന്ന ദിവ്യ പ്രണയം എന്നത് ഒരു പൊള്ളയായ ഒരു കവചമാണ്. കാരണം നിങ്ങളിൽ നിന്നും ഊറ്റിയെടുക്കേണ്ട പണവും നിങ്ങളുടെ ശരീരവും ഇതെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളൊരു ചണ്ടിയാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒന്നീ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടും, പിന്നെ മറ്റൊരു മാർഗം കൊല ചെയ്യപ്പെടും. ഇത് രണ്ടിലൊരു കാര്യം ഉറപ്പുള്ളതാണ്. പിന്നെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഇത്തരം അപകടത്തിലേക്ക് തലചായ്ച്ച് കൊടുക്കുന്നത്? ഭാര്യ ഭർത്തൃ ബന്ധമെന്നത് അതൊരു ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്തൊരു ബന്ധമാണ്. നിങ്ങൾ എത്ര കണ്ടാലും കേട്ടാലും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്നിട്ടും എന്തേ ഇതിനൊരു ദിവ്യ പ്രണയമെന്ന് പേരിട്ട് ആ പ്രണയം എന്ന വാക്കിന് തന്നെ അപമാനം വരുത്തുന്നത്? ഭർത്താവിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു, ഇനി ഭർത്താവിൻ്റെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെയും കളഞ്ഞു പോയിട്ട്
ഇതുപോലെ അവിഹിതം കൊണ്ട് നടക്കുന്നത് പോലൊരു വൃത്തികെട്ട സ്വഭാവം വളരെ മോശമാണത്. ഇപ്പം ഈ ഒരു സ്ത്രീ മരണപ്പെട്ടു. അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഒരു മനോവിഷമം. ഇനിയിപ്പം ദിവ്യ പ്രണയിതാവ് കുറേ നാൾ അഴിയെണ്ണേണ്ടി വരും. നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടണം. കാരണം ഈ അവിഹിതം എന്നത് ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ഓരോ കുടുംബവും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇവരെ പോലത്തുള്ള ആൾക്കാർ തകർക്കുന്ന കുടുംബങ്ങൾ, എത്രയോ സ്ത്രീകൾ കണ്ണീരോടുകൂടി നാണക്കേട് കാരണം പുറത്ത് പറയാൻ പറ്റാത്ത വിധം ജീവിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ. അവരുടെ പണവും അവരുടെ ദാഹവും തീർക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീർ ഇവർ പരിഹാസമായി കാണുന്നു. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ പറയട്ടെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കും. അതൊരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെയോ വശീകരിച്ച് എടുക്കാതിരിക്കും. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വേഷം കെട്ടിയാലും ഒരു കാര്യം ഓർക്കും, ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേഷം കെട്ടരുത്. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഭാര്യ ഭർത്താവ് ഉള്ളവർ ഈ തെറ്റ് ചെയ്തു എന്ന് അവർ അറിയുന്ന നിമിഷം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു നെഞ്ചെടുപ്പും വിഷമവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരുക്കിയ ഒരു വിശ്വാസം, അതിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിട്ട് അവരുടെ മുമ്പിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലേവലേശമെങ്കിലും ഉളുപ്പ് തോന്നുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അധ്വാനിച്ച് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ തിന്ന് കഴിഞ്ഞിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി അതിൻ്റെ ആ എല്ല് തരിപ്പ് തീർക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ട ഇൻസ്റ്റയിലും കണ്ട ആപ്പുകളെല്ലാം കയറി നടന്ന് വല്ല അവന്മാരുടെയും ഫോണിലേക്ക് മെസ്സേജ് അയച്ച് അവരുടെ കുറേ പഞ്ചാര വാക്കുകളെല്ലാം കേട്ട് സന്തോഷത്തോടെ ഇരുന്ന് ഭർത്താവ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭാര്യ ലെവലേശം ഉളുപ്പും ഇല്ലാതെ വീണ്ടും 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 അവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. നിങ്ങൾ ആരെയാണോ വഞ്ചിക്കുന്നത്, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് നിങ്ങൾ വിവാഹം ചെയ്ത വ്യക്തികളെയാണ്. നിങ്ങളുടെ ജീവൻ്റെ പകുതിയാണവർ. നിങ്ങൾക്കൊരസുഖം വരുമ്പോൾ മാത്രം നിങ്ങളെടുത്ത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കേണ്ട ഒരു വസ്തുവല്ല ഭാര്യ ഭർത്തൃ ബന്ധമെന്നത് ആദ്യം ഓർക്കുക. കാരണം ഈ ഒരു സുഖജീവിതം താൽക്കാലികമാണെന്ന് നിങ്ങൾക്കും അറിയാം. ഒഴിവാക്കാൻ നോക്കുമ്പോഴേക്കും ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത വിധം നിങ്ങളിൽ ഒരു രക്തരക്ഷസായിട്ട് മുറുകെ പിടിച്ച് നിങ്ങളുടെ ജീവനും ജീവിതവും ഊറ്റിയെടുത്ത് നിങ്ങളുടെ സമ്പാദ്യം ഊറ്റിയെടുത്ത് ചണ്ടിയായി വലിച്ചെറിയപ്പെടുന്ന ഒത്തിരി യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ജാഗ്രത പുലർത്തിയാൽ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിച്ചാൽ, വല്ല പെണ്ണുങ്ങൾക്കും കൊടുക്കുന്ന കാശ് സ്വന്തം കുടുംബത്തെ സ്വന്തം ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയാൽ നിങ്ങളുടെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങൾക്ക് സമാധാനവും ഉണ്ടാവും. നിങ്ങൾക്ക് നാണക്കേടോ മറ്റ് ഭയമോ വേണ്ട. അപ്പോൾ ജീവിതം പരിഭവങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതാണ്. ഭാര്യ വന്ന് സങ്കടവും പരിഭവവും പറയുമ്പോൾ അസ്വസ്ഥരാകാതെ ചേർത്ത് നിർത്തിയാൽ പ്രശ്നം തീരും.